സജോ പങ്കുവച്ച ദക്ഷിണ നാവികസേന വക്താവുമായി സജോ നേരത്തെ സംസാരിച്ചിരുന്നല്ലോ. അതിന്റെ ആ ശബ്ദ സംഭാഷണം കൂടി നമുക്കൊന്ന് കേൾക്കാം. ഇങ്ങനൊരു അപകടം നടന്നിട്ടുണ്ടെന്ന് കോസ്റ്റ് ഗാർഡ് ഹെഡ്ക്വാർട്ടേഴ്സിലും നേവൽ ഹെഡ്ക്വാർട്ടേഴ്സിലും ഇത് അറിഞ്ഞപ്പം തന്നെ നേവിയുടെ ഒരു ഷിപ്പ് ആ ഏരിയയിലോട്ട് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ കോസ്റ്റ് ഗാർഡിന്റെ 2 ഷിപ്പ് ഓൾറെഡി അവിടെ ആ ഏരിയയിലുണ്ട്. ഇതുവരെ അറിഞ്ഞേക്കുന്ന 9 പേര് അവരുടെ ലൈഫ് റാഫ്റ്റിൽ ജമ്പ് ചെയ്തിട്ട് അവര് വേറൊരു മറ്റൊരു ഷിപ്പ് അവരെ രക്ഷപ്പെടുത്തി. ബാക്കി 15 പേരെ രക്ഷപ്പെടുത്താനുള്ള ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം സന്ധ്യയാവും, ലൈറ്റ്സ് കുറവും, അതുകൊണ്ട് ഇപ്പം എളുപ്പം അത് ചെയ്യുന്ന. അത് കഴിഞ്ഞിട്ട് ഒരു ക്ലിയർ ഇത് കിട്ടുമ്പോൾ ഞാൻ റിയാക്ട് ചെയ്യും. ഈ ഡേഞ്ചറസ് ഗുഡ്സ് അങ്ങനെ കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നത് അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നമുക്കുണ്ടോ? കണ്ടെയ്നേഴ്സ് കുറെ മോർ ദാൻ 400 കണ്ടെയ്നേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ ഏതിൽ എന്തോ ആയിരിക്കുന്നത് ആസ് ഓഫ് നോ പറയാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷെ ചില കണ്ടെയ്നേഴ്സ് അത് ഡേഞ്ചറസ് ഗുഡ്സ് ഉണ്ടെന്ന്. ഡേഞ്ചറസ് പറഞ്ഞാൽ ചിലപ്പോൾ അത് കെമിക്കൽസ് ആയിരിക്കാം, ചിലപ്പോൾ പെയിന്റ്സ് ആയിരിക്കാം, ചിലപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് ആയിരിക്കും. സോ മെയിൻലി ആദ്യം രക്ഷപ്പെടുത്തുന്ന അവിടുത്തെ ക്രൂവിനെ രക്ഷപ്പെടുത്താനുള്ള ഫസ്റ്റ് ടാസ്ക് പ്രയോറിറ്റി നമ്പർ 1. അത് ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാവട്ടും നോക്കുന്നത്. അതുൽ പിള്ള, ദക്ഷിണ നാവിക സേനയുടെ വക്താവ് അതുൽ പിള്ളയാണ് സജോ ദേവസ്യയുമായി സംസാരിച്ചത്. സജോ, അദ്ദേഹം നൽകുന്ന വിവരം വളരെ പ്രധാനപ്പെട്ടതാണ്. റിപ്പോർട്ടിനോട് അദ്ദേഹം പങ്കുവച്ച വിവരം അനുസരിച്ച് 400-ലധികം കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിലെന്താണ് ഗുഡ്സ് എന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതിൽ പലതരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടാകാം, അപകടകരമായ വസ്തുക്കൾ ഉണ്ടാകാം, ഇന്ധനം ഉണ്ടാകാം. ഇതൊക്കെ തന്നെയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു എന്നതാണ്. ഏതായാലും ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം തന്നെ തരുന്നു. ആശങ്കപ്പെടേണ്ട എന്ന് പറയുമ്പോൾ പോലും ഈ വസ്തുക്കൾ എന്തൊക്കെയാണ്, അതിലെന്തൊക്കെ കടലിൽ പരന്നിട്ടുണ്ട് എന്നതുകൂടി അറിയേണ്ടതുണ്ട്. ഏതായാലും നേവിയുടെ ഒരു ഷിപ്പുണ്ട്, കോസ്റ്റ് ഗാർഡിന്റെ 2 ഷിപ്പുണ്ട്. അത് അവർ രക്ഷാപ്രവർത്തനം തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? വിനീത, ഉറപ്പായും 3 കപ്പലുകൾ, 3 ഷിപ്പുകളാണ്. അതായത് ഒന്ന് നേവിയുടേത്, മറ്റ് 2 കോസ്റ്റ് ഗാർഡിൻ്റേത്. അതിൽ ആദ്യ പ്രയോറിറ്റി രക്ഷാപ്രവർത്തനത്തിനാണ്. 24 ജീവനക്കാരുണ്ട്, 9 പേർ സുരക്ഷിതരാണ്. അവർ മറ്റൊരു മെർച്ചന്റ് ഷിപ്പിലേക്ക് മാറിയിട്ടുണ്ട്. അവർ ജമ്പ് ചെയ്ത്, ലൈഫ് ഉപയോഗിച്ച് ജമ്പ് ചെയ്ത് മറ്റൊരു മെർച്ചന്റ് ഷിപ്പിലേക്ക് മാറിയിട്ടുണ്ട്. മറ്റുള്ളവർ ജമ്പ് ചെയ്തിട്ടില്ല. സ്വാഭാവികമായും ആശങ്ക, സുരക്ഷാ പ്രശ്നങ്ങൾ, കടൽ റഫായത്, ഒപ്പം ഈ കണ്ടെയ്നേഴ്സൊക്കെ ആ ഭാഗത്തേക്ക് തന്നെ വീണത്, ഇതൊക്കെയാണ്. ഷിപ്പ് ചെരിഞ്ഞ അവസ്ഥയിലാണ്, കടലിൽ, അതായത് അപകടത്തിൽപ്പെട്ടു, പൂർണ്ണമായും അപകടത്തിൽപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇനി അവശേഷിക്കുന്ന ആളുകളെ ഇവിടെ നിന്ന് പോയിട്ടുള്ള വെസലുകളിൽ രക്ഷപ്പെടുത്തി കൊണ്ടുവരിക എന്നതാണ് പ്രധാനം. ആ സ്ഥലത്തേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം. പക്ഷേ ഈ സമയം കൊണ്ട് ആ സ്ഥലത്തേക്ക് എത്തിക്കാണും എന്ന് നമ്മൾ അനുമാനിക്കണം. ആ രക്ഷാപ്രവർത്തനത്തിനാണ് പ്രാധാന്യം. മറ്റൊന്ന്, 400-ലധികം കണ്ടെയ്നേഴ്സ് ഈ ഷിപ്പിൽ തന്നെ, ഈ ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒപ്പം ഈ കണ്ടെയ്നറുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ ഇതിനകം തന്നെ ഷിപ്പ് റൂട്ട് ചെയ്ത് പോകുമ്പോൾ തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ ഉണ്ടാകും. അത് ഔദ്യോഗികമായി ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അതിനൊരു എക്സ്പെർട്ട് ഒപ്പീനിയൻ ഒക്കെ എടുത്തതിന് ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ പറയുക. പക്ഷേ നേരത്തെ തന്നെ കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്ത് നിന്ന് അടക്കം അലേർട്ട് പുറപ്പെടുവിച്ചിരുന്നു. അതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, രക്ഷാപ്രവർത്തനം ഒരു വശത്തുണ്ട്, ഇതിനകം തന്നെ അതിൻ്റെ ശ്രമങ്ങൾ ആരംഭിച്ചത് ആശ്വാസകരം. മറ്റൊന്ന്, ഡേഞ്ചറസ് ഗുഡ്സ് ഉറപ്പായും ഉണ്ടാകാം. 2 രീതിയിലാണ്. ഒന്ന്, ഓയിൽ ചോർന്നിട്ടുണ്ടാവാം, അതൊരു സാധ്യതയാണ്. മറ്റൊന്ന്, ഈ ഗുഡ്സ്, അതായത് കണ്ടെയ്നറുകളിലുള്ള ഗുഡ്സ്, അവയെല്ലാം പുറത്തേക്ക് വീഴുന്നു, കടലിലേക്ക് പതിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും കടലിൽ എണ്ണപ്പാളി രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ വസ്തുക്കൾ ഏതെങ്കിലും നിലയ്ക്ക് ഇങ്ങനെയുള്ള ഇൻഫ്ലേമബിളായ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അവ പല രൂപത്തിൽ റിയാക്ട് ചെയ്യുന്ന, അതായത് കെമിക്കൽ ആണല്ലോ, പല രൂപത്തിൽ അവയുടെ റിയാക്ഷൻസ് ഉണ്ടാവും. അതെങ്ങനെയായിരിക്കും എന്നതിലൊക്കെ ഒരു വിദഗ്ധ അഭിപ്രായം ഇതിനകം തേടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ പുറത്തേക്ക് വലിയ ആശങ്ക വേണ്ട. പക്ഷേ തീരത്തേക്കുള്ള ഇത്തരം കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ തീരത്ത് അതിൻ്റെ ചലനങ്ങൾ ഉണ്ടാകുമല്ലോ. അതുകൊണ്ടാണ് ഈ അലേർട്ട്. പൊതുജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട. ഏതെങ്കിലും കാരണവശാൽ ഇത് 38 നോട്ടിക്കൽ മൈൽ അകലെയാണ് എങ്കിലും തീരത്തേക്ക് ഒരു അലാം നൽകുന്നു, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നു. പിന്നെ കടലിലുള്ള യാനങ്ങളുടെ കാര്യത്തിലും ഒരു മുന്നറിയിപ്പ് എന്ന നിലയ്ക്കാണ് അങ്ങനെ ഒരു അലാം നൽകുന്നു, ഒരു മുന്നറിയിപ്പ് നൽകുന്നു എന്നതാണ്. അതിൽ വലിയ ആശങ്ക വേണ്ട. പക്ഷേ ഇപ്പോഴും അവ എന്തൊക്കെയാണ് ഡേഞ്ചറസ് ഗുഡ്സ് എന്ന കാര്യത്തിൽ വിശദമായ അവലോകനം നടക്കുന്നുണ്ട്. അവയുടെ കാര്യത്തിലും ഈ സ്ഥലത്തേക്ക് കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും ഷിപ്പുകൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായ അക്കാര്യത്തിൽ പ്രാഥമികമായ ഒരു വിവരം ലഭ്യമായിട്ടുണ്ടാകും. അത് വെച്ച് ഇനി അങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ നോക്കുക എന്നതാണ്. അപ്പോൾ തീരത്തേക്ക് അതിൻ്റെ ചലനങ്ങൾ ഉണ്ടാകും. അക്കാര്യത്തിൽ ജാഗ്രതയോടുകൂടി അതിനെ സമീപിക്കുക എന്നതാണ് ഇപ്പോൾ നേവി ഔദ്യോഗികമായി അറിയിക്കുന്ന കാര്യം. ശരി, ജാഗ്രത പാലിക്കണം. റോഷിപ്പാലിന് ലഭിക്കും.